ഹലോ, വെൽക്കം ടു പാറൂസ് മീഡിയ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങയില വറവാണ്. അപ്പോൾ ഈ ഉപ്പേരി തോരൻ എന്നെല്ലാം പറയുന്ന സംഭവത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് മുട്ട വറവ്. അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു വറവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കരുതെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുരിങ്ങയില ഞാൻ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചിടാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുരിങ്ങയില വല്ലാണ്ടങ്ങ് കൈ പിടിച്ച് പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഇത് സാധാ വെല്ലുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈ മുരിങ്ങയിലേൻ്റെ കറക്റ്റ് പാകത്തിന് ഇതും നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പം അത്രയും പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതിന് പകരം ചെറിയ ഉള്ളി വേണ്ടിക്കലും ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മുരിങ്ങയിലേക്കും തേങ്ങയിലേക്കെല്ലാം ഈ ഉപ്പും എരിവും മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അങ്ങനെ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പം മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് എല്ലാം കാണുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കുക. അല്ലാത്തതോ എന്തും അറിയിക്കുക. അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോസെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ വേണ്ടിക്കൽ നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കാൻ ഇനി. അപ്പോൾ വെളുത്തുള്ളി നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നമ്മൾ മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് നമ്മൾ മുരിങ്ങയിലേൻ്റെ കൂടെ തന്നെ തേങ്ങയെല്ലാം ചേർത്തതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിച്ചു പോകും. മറ്റ് നമ്മൾ എന്തെങ്കിലും എല്ലാം വറവെല്ലാം ആക്കുമ്പോൾ എന്താണ് ഏറ്റവും ലാസ്റ്റല്ലേ തേങ്ങ ചേർക്കും. അപ്പോൾ ഇതിൽ ആദ്യമേ ചേർത്തത് കൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. പിന്നെ ആകെയുള്ളൊരു മെനക്കെട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മുരിങ്ങയില വൃത്തിയാക്കി എടുക്കലാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ മെത്തേഡിലൂടെ ഉണ്ടാക്കിയെടുക്കുമ്പം. അപ്പോൾ എൻ്റെ വീട്ടിൽ പൊതുവേ ഇങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഇത് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ മറ്റേതിനേക്കാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ആക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.